ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്സാംസ് കുറേ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് വന്നിട്ട്, അതായത് നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ കോഴ്സസ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി റണ്ണിങ് ആണ്. നമ്മുടെ അതിൻ്റെ സിലബസ്, നമ്മുടെ പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 2 weeks ഒക്കെ കാണത്തുള്ളൂ എക്സാമിന്. സോ നിങ്ങൾക്ക് സിലബസ് വൈസ് ആയിട്ടുള്ള MCQs വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിപ്പോൾ ഒരു ഓർഡറിലായിട്ട് നിങ്ങൾ പഠിച്ച് വരുമായിരിക്കും. സോ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ നിങ്ങളുടെ MCQs നിങ്ങൾക്ക് എക്സാം പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ അതിന് MCQs വേണമെന്നുള്ള ഒരു കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ബാച്ച്, നമ്മുടെ SSC Jയുടെ ബാച്ച്, IT ലെവൽ ബാച്ച്, നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ ബാച്ച്, ഇൻസ്പെക്ടറേറ്റിൻ്റെ ബാച്ച്, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിൻ്റെ ബാച്ചസ് എല്ലാം റണ്ണിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഒരു പുതിയ ബാച്ച് നമ്മൾ 4 2021 നമ്മുടെ ജനുവരി 4 നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. സോ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ടെലഗ്രാമിലാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒന്നും ഇല്ല. വർക്ക് ചെയ്യുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസും, ഓരോ സെക്ഷൻ തന്നെ MCQ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ട്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ പോളിടെക്നിക് ലെക്ചറാണ്. നമ്മൾ ജനുവരി 5 എക്സാം ഉണ്ട്. നിങ്ങൾക്ക് MCQs MCQs കറക്റ്റ് സിലബസ് നമുക്ക് മാത്സ്, സിവിൽ, മെക്കാനിക്കൽ ഒരു വാസ്റ്റ് സിലബസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, മൈക്രോ കൺട്രോൾ, അപ്പോൾ ഇതിൻ്റെ എല്ലാം MCQs വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ജനുവരി 19 ഒരു എക്സാമാണ്, IT ഇലക്ട്രീഷ്യൻ അഗ്രോ മെഷീനറിയുടെ എക്സാമാണ്. അതിൻ്റെ ഒരു 1 month നമുക്ക് വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വയർമാൻ ലൈസൻസ് ഉള്ളവർ നല്ലപോലെ ഇരുന്ന് പഠിക്കുക. കുറച്ച് പേരെ എക്സാം അധികം കാണത്തില്ലായിരിക്കും. എക്സാം നമുക്ക് അത്രയും ഹ്യൂജ് എമൗണ്ട് പ്രതീക്ഷിക്കേണ്ട. വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള നല്ലപോലെ പഠിക്കുക. നമ്മൾ 1 month ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയാലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ SSC JE തൊട്ടടുത്ത് എത്തുന്നുണ്ട്. നമ്മുടെ 2021 JE എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മൾ കോച്ചിങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ജനുവരി 4 തുടങ്ങുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളൊരു കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ നമ്മുടെ ഡിപ്ലോമ ലെവൽ എക്സാംസ് ആണ്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, നമ്മുടെ ഓപ്പറേറ്റർ, KW ഓപ്പറേറ്റർ, KSEB സബ്, ഇതൊക്കെ ഡിപ്ലോമ ലെവൽ എക്സാംസ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഓപ്പറേറ്ററൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൻ്റെയൊക്കെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ തിയറി റെക്കോർഡഡ് ക്ലാസ്സസ്, ഇതുപോലെ ലൈവ് ക്ലാസ്സസ് ഒന്നും ഇല്ല. എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യും. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും 100 മാർക്കിന് ഗൂഗിൾ ഫോമിൽ എക്സാംസും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ BTech ലെവലിൽ വരുന്ന അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ ഒരു പോസ്റ്റ് കൊണ്ട് വിളിച്ചിട്ടുണ്ട്. BTech ഇലക്ട്രിക്കലാണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സിൽ വരുന്ന നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഇലക്ട്രോണിക്സിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ ആ ഒരു സിലബസ് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ ജനുവരി 4 തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ 2021 ഒരു ഫ്രഷ് ഒരു ന്യൂ ബിഗിനിങ് പോലെ നിങ്ങൾ ജോയിൻ ആവുക. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ JEയുടെ നമ്മുടെ മൊഡ്യൂൾ 5 ആയിട്ടുണ്ട്. നമ്മൾ JEയുടെ ആ ഒരു കോച്ചിങ് നടത്തുന്നുണ്ട്. അത് നമ്മുടെ മൊഡ്യൂൾ 5 നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എത്തിയിട്ടുണ്ട്. അതിലെ ലാസ്റ്റ് പോർഷനായ എനർജി മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഒരു എനർജി മീറ്റർ? എനർജി മീറ്ററിൻ്റെ വേറൊരു പേരാണ് നമുക്ക് വാട്ട് അവർ മീറ്റർ എന്ന് പറയാം. എന്താണ് ഇതിന് വേറൊരു പേര് എന്താണ്? വാട്ട് അവർ മീറ്റർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതിന് വാട്ട് അവർ മീറ്റർ എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എനർജിയുടെ ഫോർമുല എന്താണ്? പവർ ഇൻറ്റു ടൈം. അതുപോലെ യൂണിറ്റ് ഓഫ് എനർജി എന്ന് വെച്ചാൽ വാട്ട് അവർ. അതുകൊണ്ടാണ് ഇതിനെ വാട്ട് അവർ മീറ്റർ എന്ന് പറയാൻ കാരണം. ഓക്കെ, നമ്മളിപ്പോൾ മെയിൻലി നമ്മുടെ യൂണിവേഴ്സലി യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന എനർജി മീറ്റർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററാണ് യൂസ് ചെയ്ത് വരുന്നത്. എന്താണ്? ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററാണ് യൂസ് ചെയ്ത് വരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരു എനർജി മീറ്റർ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The meter which is used for measuring the energy utilized by the electric load is known as the energy meter. അതായത് നമ്മുടെ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോഡ് എത്രത്തോളം എനർജി എടുത്തു ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എനർജി മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പവർ കൺസ്യൂംഡ്. എന്തുമാത്രം ടോട്ടൽ പവർ കൺസ്യൂംഡ്, ആ ലോഡ് എന്തുമാത്രം പവർ കൺസ്യൂം ചെയ്തു, അല്ലെങ്കിൽ എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്തുമാത്രം പവർ കൺസ്യൂം ചെയ്തു, യൂട്ടിലൈസ് ബൈ ദ ലോഡിനെയാണ് ആ എനർജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന് ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയൽ AC സർക്യൂട്ട്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ മെഷറിംഗ് ദ പവർ കൺസംഷൻ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, വളരെ ലെസ് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ആക്യുറേറ്റും ആണ്. ഓക്കെ, നമുക്കിനി കൺസ്ട്രക്ഷനിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി നമുക്ക് 4 മെയിൻ പാർട്സ് ആണുള്ളത്. ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, രജിസ്റ്ററിംഗ് സിസ്റ്റം. ഓക്കെ, നമുക്കങ്ങനെ ഓരോ സിസ്റ്റമായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രൈവിംഗ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ഡ്രൈവിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻലി 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണുള്ളത്. കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ്, ഒരു എം ഷേപ്പും അതുപോലെ ഒരു സി ഷേപ്പിൽ 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണുള്ളത്. ഈ മാഗ്നറ്റിൻ്റെ കോർ എന്ന് വെച്ചാൽ കോർ ഓഫ് മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടാണ്. എന്തിനാണ്? ടു റെഡ്യൂസ് എഡി കറണ്ടും ഹിസ്റ്റെറിസിസ് ലോസും റെഡ്യൂസ് ചെയ്യാനാണ് അത് സിലിക്കൺ സ്റ്റീൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ദ കോയിൽ ഓഫ് വൺ ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ദ ലോഡ് കറണ്ട്. ഇതിൽ നമ്മുടെ ഒരു കോയിൽ എന്താണ് ലോഡ് കറണ്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്താ പറയും? കറണ്ട് കോയിൽ എന്ന് പറയും. ഓക്കെ, ആ മാഗ്നറ്റിന് നമുക്ക് എന്താ പറയാം? സീരീസ് മാഗ്നറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദി കോയിലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ വൺ ഓഫ് ദി കോയിൽ ഈസ് എക്സൈറ്റഡ് ബൈ ദി ലോഡ് കറണ്ട് ആണ്. അപ്പോൾ ആ കോയിലിനെ നമുക്ക് എന്തോ കറണ്ട് കോയിൽ എന്ന് പറയാം. അവിടെ യൂസ് ചെയ്ത മാഗ്നറ്റ് ഏത് മാഗ്നറ്റാണ്? നമ്മൾ സീരീസ് മാഗ്നറ്റ് എന്ന് പറയാം. സീരീസ് മാഗ്നറ്റ് ആണ്. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? നമ്മുടെ ലോഡിന് സീരീസ് ആയിട്ട് തന്നെ അത് കണക്ട് ചെയ്യണം. ഓക്കെ, രണ്ടാമത് കോയിൽ ഓഫ് സെക്കൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. രണ്ടാമത്തെ ഇലക്ട്രോ മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈ ആണ്. നോക്കുക, നമ്മുടെ സപ്ലൈ കണക്റ്റഡ് അക്രോസ് സപ്ലൈ ആണ്. ഓക്കെ, സപ്ലൈ ഓഫ് ദി കോയിലാണ്. അത് നമുക്ക് അതിനെ പ്രഷർ കോയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിന് നമ്മൾ എന്താ പറയും? ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയും. കാരണം ഇത് നമ്മുടെ സപ്ലൈയിൽ അക്രോസ് അല്ലേ കണക്ട് ചെയ്യിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ പറയാം? ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ദ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കോയിൽ. അല്ലേ, അങ്ങനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് നമുക്കറിയാം എങ്ങനെയാണ് എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ മാഗ്നറ്റ് നമ്മൾ പറഞ്ഞു ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടാണ്. മെയിൻലി 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്. ഷണ്ട് ഇലക്ട്രോ മാഗ്നറ്റും നമ്മുടെ നമ്മൾ ഫിഗർ കണ്ടിട്ടുണ്ട്. ഷണ്ട് എം ഷേപ്ഡ് ഷണ്ട് ഇലക്ട്രോ മാഗ്നറ്റും സി ഷേപ്ഡ് സീരീസ് ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, നമ്മുടെ സീരീസ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് നമ്മുടെ ലോഡ് കറണ്ട് എക്സൈറ്റഡ് ബൈ ദി ലോഡ് കറണ്ട് ആണ് ത്രൂ ദി കറണ്ട് കോയിലാണ്. നമ്മുടെ ഷണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള കോയിൽ എന്താണ്? പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്ന് പറയാം. അതുപോലെ നമ്മൾ നോക്കുകയാണ് നമ്മുടെ മാഗ്നറ്റിൻ്റെ സെൻറ്റർ ലിംബ്. ഇവിടെ ഒരു സെൻറ്റർ ലിംബിൽ ഒരു കോപ്പർ ഷെയ്ഡിങ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സെൻറ്റർ ലിംബിൽ എന്താണ്? കോപ്പർ ബാൻഡ് ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഷണ്ട് കോയിലിൻ്റെ ഫ്ലക്സ് വോൾട്ടേജുമായി ഒരു 90 ഡിഗ്രി ലാഗ് ചെയ്യിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോപ്പർ ബാൻഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷണ്ട് കോയിലിൻ്റെ ഫ്ലക്സും വോൾട്ടേജുമായി ഒരു 90 ഡിഗ്രി ലാഗ് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ ഈ കോപ്പർ ബാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? The main function of the copper band is to align the flux produced by the shunt magnet in such a way that is exactly perpendicular to the supplied voltage ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ മൂവിങ് സിസ്റ്റം. ഓക്കെ, മൂവിങ് എന്ന് പറയുമ്പോൾ ആരാണ്? മൂവ് ചെയ്യുന്നത് ആരായിരിക്കും? നമുക്കറിയാം. ഇവിടുത്തെ നമ്മൾ ഡിസ്ക് ഏത് ഡിസ്ക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? അലുമിനിയം ഡിസ്ക്കാണ്. ആ മൂവിങ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അലുമിനിയം ഡിസ്ക്കാണ്. നമ്മളൊരു ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഡിസ്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ സീരീസ് മാഗ്നറ്റ് ഇടയ്ക്കുള്ള ആ എയർ ഗ്യാപ്പിൽ അവിടെയാണ് നമ്മളിത് നമ്മുടെ മൂവിങ് സിസ്റ്റത്തിൽ ആ ഒരു അലുമിനിയം ഡിസ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഡിസ്ക് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദി 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഇവിടെ നമ്മുടെ ഈ ഡിസ്കിൽ എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ എഡി കറണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടി. അപ്പോൾ നമ്മുടെ ഇൻട്രാക്ഷൻ ഓഫ് ദി ഫ്ലക്സും ഡിസ്കും ആണ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡിവൈസസ് വെൻ ദ ഡിവൈസ് കൺസ്യൂം പവർ ദ അലുമിനിയം ഡിസ്ക് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് ആൻഡ് ആഫ്റ്റർ സം നമ്പർ ഓഫ് റൊട്ടേഷൻ ദ ഡിസ്ക് ഡിസ്പ്ലേസ് ദ യൂണിറ്റ് യൂസ്ഡ് ബൈ ദ ലോഡ്. അല്ലേ, നമ്മുടെ ഡിവൈസ് പവർ കൺസ്യൂം ചെയ്ത് തുടങ്ങുമ്പോൾ എന്തോ നമ്മുടെ ഡിസ്ക് സ്റ്റാർട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു നമ്പർ ഓഫ് റൊട്ടേഷൻസ് കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഡിസ്പ്ലേ അവിടെ നമുക്ക് എന്ത് ചെയ്യും? അതിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് ദി ഡിസ്ക് ഈസ് കൗണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മുടെ റൊട്ടേഷൻസ് കൗണ്ട് ചെയ്യണം. ദ ഡിസ്ക് മെഷേർഡ് ദ പവർ കൺസംപ്ഷൻ. ഡിസ്ക് മെഷർ ചെയ്യുന്നത് എന്താണ്? പവർ കൺസംപ്ഷനാണ് ഇൻ കിലോ വാട്ട് അവർ. ഓക്കെ, അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം പഠിച്ചു, നമ്മൾ അതുപോലെ തന്നെ മൂവിംഗ് സിസ്റ്റവും പഠിച്ചു. മൂന്നാമത്താണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം ഇൻ എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ PMMC ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കൺട്രോളിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ എന്താണ്? ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മുടെ അലുമിനിയം ഡിസ്ക് ഉണ്ടല്ലോ. ഈ അലുമിനിയം ഡിസ്കിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയാം.
ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ എന്ത് ഈ എഡ്ജ് ഓഫ് ദി അലുമിനിയം ഡിസ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയും. ഈ അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും? മൂവ്സ് വിത്ത് ദ ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫീൽഡിലാണ് നമ്മുടെ അലുമിനിയം ഡിസ്ക് കിടന്ന് കറങ്ങുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ അലുമിനിയം ഡിസ്ക് ഒരു ഇൻഡ്യൂസസ് എഡി കറണ്ട് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ. ആ ഒരു റൊട്ടേഷൻ കാരണം അവിടെ ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഡി കറണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ്, പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്ത് അവിടെ എന്ത് ചെയ്യും? ഒരു ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാക്കും. മനസ്സിലായല്ലോ? നമ്മുടെ അലുമിനിയം ഡിസ്ക് എന്ന് വെച്ചാൽ ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു റൊട്ടേഷൻ കാരണം നമ്മുടെ അലുമിനിയം ഡിസ്ക് ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഈ എഡി കറണ്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി പെർമനൻറ്റ് മാഗ്നറ്റ് കട്ട് ചെയ്ത് അവിടെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ദി ഡിസ്കിന് ഒപ്പോസ് ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദിസ് ബ്രേക്കിംഗ് ടോർക്ക് ഒപ്പോസസ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ഡിസ്ക്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡിൽ കറങ്ങി നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കങ്ങനെ ബ്രേക്കിംഗ് ടോർക്ക് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് നമ്മുടെ ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രേക്കിംഗ് ടോർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മുടെ അലുമിനിയം ഡിസ്കിൻ്റെ അടുത്തോട്ട് ഒരു എഡ്ജിലോട്ടായിരുന്നു നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയാം. ഈ അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും? മൂവ്സ് വിത്ത് ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫീൽഡ് മൂവ് ചെയ്യും. അവിടെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാവും. ഈ അലുമിനിയം ഡിസ്ക് അവിടെ ഒരു ഇൻഡ്യൂസ് ചെയ്യും, എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു റൊട്ടേഷൻ കാരണം നമ്മുടെ എഡി കറണ്ട് എന്ത് ചെയ്യും? കട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. അങ്ങനെ അവിടെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബ്രേക്കിംഗ് ടോർക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്കിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ദ പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ റൊട്ടേഷൻ ഓഫ് ദി അലുമിനിയം ഡിസ്ക്. നമ്മുടെ അലുമിനിയം ഡിസ്കിൻ്റെ റൊട്ടേഷൻ്റെ ആ ഒരു റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ആ ഒരു സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു നേരത്തെ, ഇൻഡ്യൂസസ് ദി എഡി കറണ്ട്. ആ റൊട്ടേഷൻ കാരണം ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഈ എഡി കറണ്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി പെർമനൻറ്റ് മാഗ്നറ്റ് കട്ട് ചെയ്ത് അവിടെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബ്രേക്കിംഗ് ടോർക്ക് എന്ത് ചെയ്യും? നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ദി ഡിസ്കിനെ ഒപ്പോസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നാലാമതാണ് രജിസ്റ്ററേഷൻ, അല്ലെങ്കിൽ നമുക്ക് കൗണ്ടിങ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? രജിസ്റ്ററിങ് സിസ്റ്റം എന്ന് പറയാം. അതിലിവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൊട്ടേഷൻസ് ഉണ്ടല്ലോ, ഈ അലുമിനിയം ഡിസ്കിൻ്റെ റൊട്ടേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് രജിസ്റ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ രജിസ്റ്റർ സിസ്റ്റത്തിൽ ചെയ്യുന്ന എന്താണ്? റെക്കോർഡ് ദി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് ദി അലുമിനിയം ഡിസ്ക് ആണ്. അപ്പോൾ എന്തുമാത്രം റൊട്ടേഷൻസ് അലുമിനിയം ഡിസ്ക് ഉണ്ടാക്കി അതെന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് ഇൻ എനർജി മീറ്റർ. അപ്പോൾ നമ്മുടെ അലുമിനിയം ഡിസ്കിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് ഇൻ എനർജി മീറ്റർ. ഓക്കെ, അത് ഓർത്തോണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കൗണ്ടിങ് മെക്കാനിസം എന്ന് വെച്ചാൽ. മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് റൊട്ടേഷൻ, നമ്മുടെ അലുമിനിയം ഡിസ്കിലുള്ള ആ റൊട്ടേഷൻസിൻ്റെ നമ്പർ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ആ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് ഇൻ കിലോ വാട്ട് അവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ദ റൊട്ടേഷൻ ഓഫ് ദി ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ പോയിൻറ്റേഴ്സ്. അതിലോട്ട് കൊടുത്ത് നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഡയൽ ഉണ്ടല്ലോ അവിടെ റെക്കോർഡിങ്, ആ ഡിഫറെൻറ്റ് റീഡിങ്സ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിപ്പം കിലോ വാട്ട് അവറിലാണ് റീഡിങ്. എങ്ങനെ നമുക്ക് കിട്ടും? റീഡിങ് ഇൻ കിലോ വാട്ട് അവർ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ ആ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് ദി ഡിസ്ക് വിത്ത് മീറ്റർ കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ റീഡിങ് ഇൻ കിലോ വാട്ട് അവറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ആ ഒരു മീറ്റർ കോൺസ്റ്റൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ടോർക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫേസ് ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എന്താ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നമുക്ക് നോക്കാം. എന്താണ്? അപ്പോൾ ഇതിൻ്റെ മെയിൻ കൺസ്ട്രക്ഷൻ്റെ മെയിൻ പാർട്സ് മനസ്സിലായല്ലോ, 4 പാർട്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം എന്താണെന്ന്. ഞാൻ പറഞ്ഞു നമ്മുടെ എനർജി മീറ്ററിന് എന്തുണ്ട്? ഒരു അലുമിനിയം ഡിസ്ക് ഉണ്ട്. ഹുസ് റൊട്ടേഷൻ ഡിറ്റർമൈൻസ്. ആ ഒരു റൊട്ടേഷനാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? പവർ കൺസപ്ഷൻ ഓഫ് ലോഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഷണ്ടും സീരീസ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആ എയർ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡിസ്ക് വെച്ചിട്ടുള്ളത്. ഷണ്ട് മാഗ്നറ്റ് എന്താണ്? ഹാസ് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലുണ്ട്. സീരീസ് മാഗ്നറ്റിന് കറണ്ട് കോയിലുണ്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെയർഫോർ നമ്മുടെ റൊട്ടേഷൻ ഓഫ് ഈ അലുമിനിയം ഡിസ്കിന് റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ 2 കോയിൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സീരീസ് മാഗ്നറ്റിലുള്ളതും സീരീസ് ഷണ്ട് മാഗ്നറ്റിലുള്ള കോയിൽസ് ആണ് നമ്മൾ അലുമിനിയം ഡിസ്കിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രഷർ കോയിൽ ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രഷർ കോയിലില്ലേ, ഈ പ്രഷർ കോയിൽ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രഷർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ നമ്മുടെ കറണ്ട് കോയിൽ ഉണ്ടല്ലോ, ഈ കറണ്ട് കോയിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ലോഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എന്താണ്? നമ്മുടെ പ്രഷർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് പ്രൊപ്പോർഷണലും, അതുപോലെ നമ്മുടെ കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലോഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രഷർ കോയിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോയിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ എന്തിന് ലാഗാണ്?
നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് വിത്ത് പ്രഷർ കോയിൽ എന്ന് പറയുന്നത് നമുക്കതിന് 5P ഉണ്ടെന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? വിൽ ലാഗ്സ് ബിഹൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ ദ കറണ്ട് കോയിൽ 5S. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു സാധനം നമ്മളുണ്ടെന്ന് പറഞ്ഞതാണ്, ഒരു കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രഷർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് വിത്ത് കറണ്ട് കോയിലിന് 90 ഡിഗ്രി ലാഗിങ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫേസ് ഡിഫറൻസ് കാരണം, ഡ്യൂ ടു ദ ഫേസ് ഡിഫറൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മുടെ എഡ്ഡി കറൻസ് എല്ലാം എന്ത് ചെയ്യും? നമ്മുടെ അലുമിനിയം ഡിസ്കിൽ ഇൻഡ്യൂസ് ചെയ്യും. ദെയർഫോർ ആ ഒരു ഇൻട്രാക്ഷൻ ഓഫ് എഡ്ഡി കറണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ കാരണം അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ഡിസ്കിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഓഫ് ദി കോയിലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് മാഗ്നറ്റ് ആണ്, ഇവിടുത്തെ ആ ഒരു മാഗ്നറ്റ് ഇല്ലേ, പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ അലുമിനിയം ഡിസ്കിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു റെക്കോർഡിംഗ് മെക്കാനിസം വഴി നമ്മുടെ റൊട്ടേഷൻ ഓഫ് ദി ഡിസ്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു റൊട്ടേഷൻ എന്ന് നമ്മുടെ എനർജി കൺസ്യൂം ചെയ്ത ലോഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് വർക്കിംഗ് വരുന്നത്. ഓക്കെ, താങ്ക് യു.